തേജസ് ന്യൂസ് മറുപക്ഷത്തിലേക്ക് സ്വാഗതം. 10 ദിവസം നീണ്ടുനിന്ന സങ്കീർണമായ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയാണ്. 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഭരണം തിരിച്ചുപിടിച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാര രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്ത് നിർണായകമായ ഒരു തലമുറ മാറ്റത്തിനു കൂടിയാണ് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിലൂടെ അവസരമൊരുങ്ങുന്നത്. ഏറെക്കാലം കെ കരുണാകരനും എ.കെ. ആന്റണിയും ചുക്കാൻ പിടിക്കുകയും പിന്നീട് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കൈപ്പിടിയിലേക്ക് മാറുകയും ചെയ്ത സംസ്ഥാന കോൺഗ്രസിൻ്റെ ശാക്തിക ചേരികൾ സുപ്രധാനമായ ഗതിമാറ്റത്തിന് വിധേയമാകുന്നുവെന്നതും ഇതോട് കൂട്ടി വായിക്കേണ്ടതാണ്. വി.ഡി., കെ.സി., ആർ.സി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള കഴിഞ്ഞ 10 ദിവസം കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുഴുവൻ ഈ 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് പുരോഗമിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരുടെ പിന്തുണ, KPCC ഭാരവാഹികളുടെ താൽപ്പര്യം, സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം, അണികളുടെയും അനുഭാവികളുടെയും വികാര പ്രകടനങ്ങൾ, പോർവിളികൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ബലാബലം തെളിയിക്കാൻ സാധാരണവും അസാധാരണവുമായ പലതും മാറ്റുരച്ച ദിനരാത്രങ്ങൾക്കൊടുവിലാണ് നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശൻ അവരോധിക്കപ്പെട്ടത്. തൃപ്തികരമായ ഒരു സമവായ ഫോർമുലയുടെ അടിസ്ഥാനത്തിലല്ല ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം ഉണ്ടായത് എന്നാണ് ആദ്യ റൗണ്ട് പ്രതികരണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയാധികാരം കൈയാളുന്ന കെ.സി. വേണുഗോപാലിലേക്കും സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരം നിയന്ത്രിക്കുന്ന വി.ഡി. സതീശനിലേക്കുമാവും പുതിയ ശാക്തിക ചേരികൾ കേന്ദ്രീകരിക്കുക. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ സഹജമായ രീതികൾ പ്രകടമായില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി ചർച്ചയിൽ കേന്ദ്ര നേതൃത്വത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട തലയെണ്ണത്തിനപ്പുറം പിൻബലവും പിന്തുണയും പാർട്ടിയിൽ തനിക്കുണ്ടെന്ന് തെളിയിക്കാനുള്ള കരുതലോടെയുള്ള നീക്കം സതീശന് അനിവാര്യമാണ്. കാരണം കെ കരുണാകരനെ പോലും കടപുഴുകിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ അന്തർലീനമായ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന തിരിച്ചറിവ് മറ്റാരേക്കാൾ നന്നായി ഈ ഘട്ടത്തിൽ വി.ഡി. സതീശനുണ്ടാവും. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള അവസാന അവസരമാണ്. തലമുതിർന്ന നേതാവായ അദ്ദേഹത്തിന് മുന്നിൽ ഇതുപോലൊരു അവസരം വീണ്ടും വഴി തുറക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. തൻ്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായി തള്ളിയ ഹൈക്കമാൻഡ് തീരുമാനത്തോടുള്ള അതൃപ്തി മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പഴയ പ്രതാപത്തിന്റെ പിൻബലത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പുതിയ സമവാക്യങ്ങളിൽ എത്ര കാലം മേധാവിത്വം പുലർത്താൻ കഴിയുമെന്നത് കണ്ടറിയണം. 102 സീറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കി തിളക്കമാർന്ന വിജയം സംസ്ഥാനത്ത് സാധ്യമാക്കിയിട്ടും മുഖ്യമന്ത്രി സംബന്ധിച്ച അന്തിമ തീരുമാനം അത്ര അനായാസകരമായിരുന്നില്ല. ചർച്ചകൾ നീണ്ടുപോയ അവസരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കളാണ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും അടക്കമുള്ള ഹൈക്കമാൻഡിന്റെ കഴിവിനെയും പ്രാപ്തിയെയും ആക്ഷേപിക്കുന്ന പ്രചരണങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഏതായാലും ടീം UDF എന്ന അവകാശവാദം പോലെ അത്ര സുഗമവും ഒരുമയുമുള്ള പാർട്ടി സംവിധാനത്തിന്റെ പിന്തുണയോടെ അല്ല വി.ഡി. സതീശൻ ഉത്തരവാദിത്തമേറുന്നത്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ചാവേളയിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങളുടെയും ആരോപണങ്ങളുടെയും അനുരണനങ്ങൾ കുറെ കാലത്തേക്കെങ്കിലും വി.ഡി. സതീശന് മുമ്പിൽ വെല്ലുവിളിയായി അവശേഷിക്കാനാണ് സാധ്യത. ഭരണ മികവിനപ്പുറം അത്തരം സാഹചര്യങ്ങളെ ഫലപ്രദമായി മറികടക്കാനുള്ള രാഷ്ട്രീയ മികവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവും സംസ്ഥാന കോൺഗ്രസിലെ സതീശൻ യുഗം ഇടം പിടിക്കുക. ഇതോടൊപ്പം പ്രകടന പത്രികയിൽ ഉയർത്തിക്കാട്ടിയ ഇന്ദിരാ ഗ്യാരണ്ടി, ആശാവർക്കന്മാരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൽകിയ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിന്ന പുതിയ തലമുറ നേരിടുന്ന തൊഴിലില്ലായ്മ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം തുടങ്ങിയ പ്രശ്നങ്ങൾ ഭാവനാ സമ്പന്നതയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നത് പൊതുസമൂഹത്തിനു മുന്നിൽ ഭരണത്തിൻ്റെ അളവുകോലാവും. മറുപക്ഷത്തിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.